സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തർ പടുതാക്കുളത്തിൽ നിന്ന് മീൻ പിടിക്കുവാണേ. വലിച്ചടിപ്പിച്ചിട്, അടുപ്പിച്ചിട്, പോകലില്ല. ഉണ്ടോ കൊണ്ടോ മച്ചാന്മാരെ, പകുതിയെ കയറിയോളൂടാ. വലിക്കടാ. വെയിറ്റ് ആണോ? ആവശ്യത്തിനുണ്ടല്ലോ, മതി. കണ്ടോ നമ്മുടെ മച്ചാൻ നിൽക്കുന്നുണ്ട്, രാജേഷ് സാർ നിൽക്കുന്നുണ്ട്. ഒരിക്കൽ ഞങ്ങൾ രാജേഷ് സാറിൻ്റെ മീനാണേ. ഇഷ്ടം വരെ കണ്ടോ, സൂപ്പർ. ഇതുണ്ടോണേ എല്ലാവരും നട്ടറാണ്. ഇത് ഇട്ടിട്ട് 6 മാസം പോലും ആയില്ല. ഇല്ലല്ലേ? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീന് പെറ്റ് വരുന്ന ഒരു മീനല്ല. അതെ, അത് പറഞ്ഞു. നമ്മൾ വീഡിയോയിൽ കാര്യങ്ങൾ വളർത്തുകാരൻ പറഞ്ഞു. രാവിലെയും വൈകിട്ടും തീറ്റ കൊടുക്കണം, ചേമ്പല കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ അതിന് കടയിൽ നിന്ന് മേടിക്കുന്ന തീറ്റ കൊടുക്കും. അങ്ങനെ കൊടുത്തതാണ്. ഇതിപ്പം ഇതിൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത് പെട്ടെന്ന് വളർന്ന വലുതാകുന്ന മീനായതുകൊണ്ട് നമ്മൾ 1 വർഷം വരെ ഒന്നും കാത്തിരിക്കണ്ട. അതാണ് ഈ നട്ടറിൻ്റെ ഒരു പ്രത്യേകത. മാർക്കറ്റിൽ കൊടുത്താൽ വില കിട്ടുന്ന ഒരു മീനാണ്. ഇപ്പം ഇതുണ്ടല്ലോ, ഈ മീനെന്ന് പറയുന്നത് 6 മാസം പോലും ആയില്ല ഈ മീനിൻ്റെ ഇത്. ഞാൻ തോട്ടം നനയ്ക്കാനായിട്ട് പടുതാക്കുളം ഉണ്ടാക്കിയപ്പോൾ ആ സമയത്ത് കൊണ്ടുവന്നിട്ട മീനാണ്. ഇതൊരു 600-700 ഗ്രാം വരും 6 മാസം കൊണ്ട്. 1 വർഷമൊക്കെ കഴിയുവാണെങ്കിൽ ഇത് വലിയ ഒരു വിളവ് കിട്ടുന്ന ഒരു മീനാണ്. 2 കിലോ ഒക്കെ ആകുമായിരിക്കും അല്ലേ? 2 കിലോയ്ക്ക് മേളിൽ 3-4 കിലോ ഒക്കെ ഉള്ള മീൻ ആകും. അതുപോലെ തന്നെ ഗിഫ്റ്റ് സിലോപ്പി ഉണ്ട് ഇതിനകത്ത്. ചിത്രലാട എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിത്രലാട വിറ്റ് പോകാനായിട്ട്, വിലയ്ക്ക് വിറ്റ് പോകാനായിട്ട് വലിയ പാടുള്ളതാണ്. നമ്മുടെ എന്താണ് കിളിമീൻ്റെ ഒക്കെ ഒരു ടൈപ്പാണ് ഇത്. ഇതിങ്ങനെ ഇത് ചിത്രലാട സിലോപ്പിയ എന്ന് പറയും. പിന്നെ അതിനകത്ത് തന്നെ ഗിഫ്റ്റ് സിലോപ്പിയ ഉണ്ട്. ഗിഫ്റ്റ് സിലോപ്പിയ എന്ന് പറയുമ്പോഴത്തേക്ക് അതും നമുക്ക് ലാഭകരമാണ്. ഇത് ഗിഫ്റ്റ് സിലോപ്പിയ. ഇത് നമുക്ക് കരിമീനിൻ്റെ ഒക്കെ ഒരു വകഭേദമാണ്. ഇതിന് കരിമീനേക്കാളും ടേസ്റ്റുള്ളൊരു മീനാണ്. അപ്പം മീൻ കൃഷി എന്ന് പറയുന്നത് എല്ലാവരും പറയും ലാഭമാണ്, നഷ്ടമാണ് എന്നൊക്കെ പറയും. ചിലർ പറയും നഷ്ടമാണെന്ന് പറയും. പക്ഷെ നമ്മൾ നോക്കിയൊക്കെ നിന്നാൽ ഇതൊരു നേരം പോക്കല്ലേ? ഒരു നേരം പോക്ക്. ഇത് നമ്മൾ പിടിച്ച് കഴിക്കുന്നതിനേക്കാൾ ഉപരി അതിന് തീറ്റ കൊടുക്കുന്ന കഴിയുമ്പോഴത്തേക്കും കാണാൻ നല്ല രസമല്ലേ? നല്ലൊരു രസമാണ്. അപ്പം നട്ടർ മീന് ആണ് ആദ്യത്തെ വിളവെടുപ്പാണ്. നമ്മുടെ അനീഷടം വന്ന് വിളിച്ചപ്പോഴത്തേക്ക് വന്ന് വലയൊക്കെ ആയിട്ട് വന്നു. അപ്പം ഈ മീനിൻ്റെ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മീനെന്ന് പറയുമ്പോഴത്തേക്ക് ചീഞ്ഞ മീനും ഒക്കെ മേടിച്ച് നമ്മൾ കഴിക്കും. പക്ഷേ അതെ, ഇത് രാസവളമൊന്നും അല്ല, വിഷമൊന്നുമില്ലാത്ത നല്ല അടിപൊളി സിലോപ്പിയ. ഇതാണ് സൂപ്പർ സിലോപ്പിയ. 1 കിലോയ്ക്കുള്ള സിലോപ്പിയ വേറെ കുളത്തിലുണ്ട്. അത് നമുക്ക് വേറെ അടുത്ത പ്രാവശ്യം പിടിച്ച് അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ, എല്ലാവരും കൊതിയൊന്നും വിടരുത് കേട്ടോ. ഞങ്ങളിന്ന് കാണിച്ചു. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കണ്ട വീശുന്നതൊക്കെ നമ്മുടെ ക്യാമറയിൽ വീട്ടിൽ ഇരുന്ന് കാണാം. അതെ, വീട്ടിൽ ഇരുന്ന് നമുക്ക് ക്യാമറ വെച്ചേക്കുന്നുണ്ട്. അതുകൊണ്ട് വല വീശി ഞങ്ങൾ പിടിക്കുന്ന എല്ലാം പുള്ളിക്ക് വീട്ടിൽ ഇരുന്ന് കാണാവുന്നതാണ്. എല്ലാ ടെക്നോളജിയും ഉണ്ട്. അപ്പം മച്ചാന്മാരെ, നിങ്ങളുടെ എല്ലാം ആശീർവാദത്തോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. ഓക്കേ.